പറയാൻ പോകുന്നത് പിഷാരിക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണിത്. കൊല്ലം ജില്ലയിലെ പിഷാരിക്കാവ് ക്ഷേത്രം 450 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ്. 8 ട്രസ്റ്റുകൾ കൂടിയാണ് ഇവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു പോരുന്നത്. കൂടാതെ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രവും കൂടെയാണ് ഇത്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വളരെയധികം പ്രത്യേകതകളാണുള്ളത്. ഇവിടുത്തെ ദേവിയുടെ രുചിത വിധാനത്തിലുള്ള ദേവിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദേവി വളരെയധികം ഉഗ്രസ്വരൂപിണിയാണ്. അതുകൊണ്ട് ഉച്ചം വരെയാണ് സ്ത്രീകൾക്കിവിടെ പ്രവേശനം. തെക്ക് ഭാഗത്തിലൂടെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം പാടുള്ളൂ. മുട്ട അറക്കൽ ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എല്ലാവിധ കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിനും വിവാഹാദി കാര്യങ്ങൾക്കും മറ്റും എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. കൂടാതെ ഇവിടെ വളരെയധികം പ്രത്യേകതകളുള്ളതാണ് നവരാത്രി ഉത്സവത്തിന്. അന്നത്തെ ദിവസം കുട്ടികൾക്ക് വിദ്യാരംഭത്തിനും കൂടാതെ ബുദ്ധി വികാസനത്തിനും മറ്റും കാര്യങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴുതാൽ വളരെയധികം പ്രത്യേകതകളുള്ള ക്ഷേത്രവും കൂടെയാണിത്. കൂടാതെ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് ദേവിയുടെ പിറന്നാളായി ആഘോഷിക്കുന്നത്. 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം സംഗീത പരിപാടികളും മറ്റും അന്നേ ദിവസം നടക്കാറുമുണ്ട്. വളരെയധികം പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം വളരെയധികം പുരാതനമായ ക്ഷേത്രവും കൂടെയാണ്. ഇവിടുത്തെ ദേവി വളരെ ക്ഷിപ്രപ്രസാദിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദേവിയോട് വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാവിധ പ്രശ്നങ്ങൾ തീരുന്നതിനും അത്യുത്തമമായ മാർഗമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്ന് ദേവിയുടെ കൃപാകടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിക്കുക. എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി ഇങ്ങനെ ചെയ്യുക. കൂടാതെ ദേവിക്ക് തെച്ചിപ്പൂവ് സമർപ്പിക്കുകയും കുങ്കുമം സമർപ്പിക്കുന്നതും വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. പുഷ്പാഞ്ജലി കഴിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദേവിയുടെ കൃപാകടാക്ഷങ്ങൾക്കായി എല്ലാവരും പ്രാർത്ഥിക്കുക. ഭദ്രകാളി സ്തോത്രം ജപിച്ചുകൊണ്ട് ഇവിടെ ചൊവ്വാഴ്ച 27 പ്രാവശ്യം ജപിച്ചാൽ എല്ലാവിധ പ്രശ്നങ്ങളും തീരുന്നതും സർവ്വവിധ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പിഷാരിക്കാവ് ക്ഷേത്രം സന്ദർശിക്കുകയും ഇവിടുത്തെ ഗുരുതിയിൽ പങ്കെടുത്തുകൊണ്ട് ദേവിയുടെ കൃപാകടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിക്കുക. പുരുഷന്മാർക്ക് മാത്രമേ ഗുരുതിയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വളരെയധികം പ്രത്യേകതകളുള്ള ക്ഷേത്രം എല്ലാവരും സന്ദർശിക്കുകയും ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവ്വ അഭിഷ്ടങ്ങളും അമ്മ നിറവേറ്റിത്തരട്ടെ. അതിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.